വെൽക്കം ടു ദ 15th ഡേ ഓഫ് our മണി അബണ്ടൻസ് ചാലഞ്ച്. ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൈഫ് കോച്ച് ഷീജ എന്ന് പറയുന്നത് അനീറ്റയും ഷീജയും തന്നെയാണ് കേട്ടോ. ഞാൻ തന്നെയല്ല കേട്ടോ. എന്നെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പോലും ഈ ഒരു മകളും അതിൻ്റെ അകത്തുണ്ട്. കരച്ച ഞാൻ എന്നാണോ നാളെ അതിന്റെ ബിഹൈൻഡ് ദ സീൻ. അതെ, ഇപ്പൊ പുറത്തേക്ക് വന്നു. അതെ, കുറച്ച് സമയം എടുത്ത് പുറത്തു വരാൻ. നിങ്ങൾ ഒരു രീതിയിൽ മറ്റേ കാറ്റപ്പിളർ ആയിട്ട് കണ്ടാൽ മതി. അതിന്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. ഒന്ന് മെറ്റഫോഴ്സസ് ഒക്കെ ചെയ്ത് ഒരു ബട്ടർഫ്ലൈ ആയിട്ടൊരു പൂമ്പാറ്റിയായിട്ടും. അതിന് അനീറ്റയുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ്, ഓരോ എക്സ്പീരിയൻസ്, അനീറ്റയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ വേണമെങ്കിൽ ഒറ്റ കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരാളാ. അപ്പൊ അനീറ്റയോട് പറഞ്ഞാൽ മാത്രമായിട്ട് അങ്ങനെയല്ല, ഞാനും സ്ലോലി വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് കുറെ പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയപ്പോൾ ഞാനും അതിലേക്കൊന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഏറ്റവും ഉപകാരമാവുന്ന പല കാര്യങ്ങള് മാനിഫെസ്റ്റേഷൻ ഒക്കെ ലോ ഓഫ് അട്രാക്ഷൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സൈക്കോളജി പഠിക്കുക. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യണു, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചും കൂടി നിങ്ങൾക്ക് അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മളൊരു സീരീസ് ആയിട്ട് ഇപ്പം നടക്കുന്ന സീരീസ് പോലെ പുതിയ സീരീസും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ലൈഫ് കോച്ച് ഷീജയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാം പ്രത്യേകത. ഇവിടെ ഈ അടിപൊളിയായിട്ട് ഒരാളെ കിട്ടുന്നുണ്ട്, എൻ്റെ കൂടെ എന്നെയും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒരു 2-in-1 ഓഫർ ഉള്ളതാണ് നമ്മൾ കിട്ടുന്ന ഒരു ഫാമിലിയാണ് കിട്ടണേ. ഇപ്പൊ ഒരാളെ അല്ല, ഒരു ഫാമിലി ആയിട്ട് അതൊക്കെ കിട്ടണേ. അതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു 1 million ഫാമിലിയെ ഇപ്പൊ ഞാനൊക്കെ ജീവിക്കണ പോലെ ഫ്രീഡത്തോടെ അവനവന്റെ ലൈഫ് ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുക എന്ന ഒരു വലിയൊരു മിഷനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണേ. അതുകൊണ്ടാണ് ഈ മണി ചലഞ്ച്. പല ആൾക്കാരുടെയും ഞാൻ കമന്റ് ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി പ്രൗഡായിട്ട് തോന്നി. കുറെ ആൾക്കാർ ഈ ഒരു കമന്റില് പലരും അവരുടെ ആത്മാർത്ഥമായിട്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പൊ നമ്മൾക്ക് തന്നെ തോന്നി, ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. കാര്യം എന്താണെന്നറിയാമോ, നമ്മൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നു, നമ്മളുടെ ജീവിതത്തിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നു. അത് അത്ര ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ ഇന്ന് തന്നെ ഒരു 15 മണിക്കൂർ മുമ്പ് സിജി ജോസഫ് ഇട്ടേക്കാണ്, എനിക്ക് 1 കോടി ബാങ്ക് ബാലൻസ് വേണം. ഉറപ്പായിട്ടും അതൊരു ചിന്തയാണ്. പക്ഷെ ഉറപ്പായിട്ടും സിജിയുടെ ലൈഫില് സിജി അത് റിയാലിറ്റി ആക്കും, ഒരു സംശയമില്ല. സിജിക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല, എങ്ങനെ 1 കോടി ഉണ്ടാക്കും എന്നൊക്കെ സംശയമുണ്ട്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, മോള് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരിക, കമ്മ്യൂണിറ്റിയിലേക്ക് വരിക, അതിൻ്റെ വഴികളും അത് എങ്ങനെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അതിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം, എങ്ങനെ മെന്റലി ആവാം, ഇമോഷണലി ആവാം, എങ്ങനെ റിയൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു 1 crore ഇൻകം എന്ന മാജിക് ഫിഗർ 1 വർഷം ഉണ്ടാക്കണ ലെവലിലേക്കൊക്കെ എങ്ങനെ മാറാൻ പറ്റും എന്നൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു തരാം. എങ്ങനെ നിങ്ങളൊരു ഫ്ലറിഷിങ് കരിയറിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം. പല ആൾക്കാരും പലപ്പോഴും തെറ്റായ ബന്ധങ്ങളിലാവാം, തെറ്റായ കരിയറിലാവാം, തെറ്റായ ശീലങ്ങളിലാവാം. അപ്പൊ ഞാൻ എന്താ നിങ്ങളെ ചെയ്യണത്, നിങ്ങളുടെ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് ഗ്രോത്തിലേക്ക് പോവാൻ നിങ്ങളെ സജ്ജമാക്കുകയാണ് ചെയ്യണേ. കാര്യം പല ആൾക്കാരും ഒത്തിരി ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പ്രാക്ടീസുകളിലേക്കൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഹാർഡ് വർക്ക് ഉണ്ടോടാ, ഉണ്ട്. യെസ്, ഹാർഡ് വർക്ക് ഇസ് ഓൾവേസ് സംതിങ് ദാറ്റ് ഇസ് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലേക്ക് വരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ എത്ര വയസ്സാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. വർഷങ്ങളായിട്ട് ചെറുപ്പത്തിൽ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം എന്താണോ, ചിലപ്പോൾ നമ്മളൊരു സ്കാസിറ്റി അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ടുകളുള്ള ഹാർഡ്ഷിപ്സ് ഉള്ള വീട്ടിൽ നിന്നായിരുന്നു വളർന്നു വന്നത്, അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അച്ഛനും അമ്മയായിരിക്കും. അപ്പോൾ പല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഓരോ വ്യക്തിയും വളരെ യുണീക്കാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അവരുടെ ചൈൽഡ്ഹുഡാണ് അവരുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാണുള്ളോ, വർഷങ്ങളായിട്ട് നിങ്ങൾ കേട്ടും വളർന്നു വരുന്ന പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ മമ്മിക്ക് ഇപ്പോ ഷീസ് ഇൻ ഹെർ ഏർലി 50s. മമ്മിയുടെ ജീവിതത്തിൽ മമ്മീനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മമ്മിയുടെ ചൈൽഡ്ഹുഡാണ്. സെയിം രീതിയിൽ ഞാൻ മമ്മിയുടെ മോളാണെന്ന് പറഞ്ഞാലും എൻ്റെ ചൈൽഡ്ഹുഡും ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ 2 വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അമ്മ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്,
എന്തുകൊണ്ട് നമ്മളിൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്, നമ്മൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയും, എനിക്ക് മാസം ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, എനിക്ക് ഇത് മതി എന്ന് നമ്മൾ ചിലപ്പോൾ ഒരു ജോലിയിലേക്കൊക്കെ വന്ന് അഡാപ്റ്റബിൾ ആയി കുറച്ച് വർഷങ്ങളിലേക്ക് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു നാച്ചുറൽ ചിന്തയാണ് മനുഷ്യർക്ക് വരുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് നോർമൽ. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ പറയുന്ന ഈ ഒരു കമന്റിലൊക്കെ കുറെ പേര് വന്നിട്ടു, എനിക്ക് BMW വാങ്ങിക്കണം, ബെൻസ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇത്ര വലിയ വീട് വെക്കണം, ഇതൊക്കെ പല കാര്യങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോജിക്കൽ ബ്രെയിൻ കൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു വരുമാനം വെച്ചിട്ട് ഇസ് ഇറ്റ് പോസിബിൾ? ഇറ്റ്സ് വെരി ഹാർഡ്. ബിക്കോസ് എന്താണ്, നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ അതിനുള്ള എക്സ്ട്രാ ഇൻകം നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് നിങ്ങൾക്ക് അതിനുള്ള വഴി ഇപ്പൊ പ്രസന്റ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ദൂരെ സ്വപ്നമായിട്ടായിരിക്കും കാണാൻ പോലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അതിൽ നിന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങൾ, ദാറ്റ് ഈസ് ദ ബിലീഫ് സിസ്റ്റം ഹാസ് ടു ചേഞ്ച്. നിങ്ങൾ ഈ പറയുന്ന പോലെ എക്സ്റ്റേണലി നമ്മൾ പറയുന്ന പണം, പ്രശസ്തി, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ആദ്യം അകത്ത് അതിനു വേണ്ടിയുള്ള നമ്മളുടെ ഫീലിങ്സ് മാറണം, നമ്മളുടെ ചിന്തകൾ മാറണം. ഇതൊരു ആക്ച്വലി ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. ആ ഇതിൽ ഏതെങ്കിലും നമ്മൾ പറയുമല്ലോ, ചില ആൾക്കാർ പറയും ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ 5-5 ടെക്നിക്ക് എഴുതി, 3-6-9 എഴുതി, എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടിയില്ല. അപ്പോ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നീക്കുകൾ എഴുതി എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് നമ്മളുടെ വിശ്വാസങ്ങൾ അതായിട്ട് അലൈൻ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി, സംശയം വരാണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് എന്ത് പറ്റും, നമ്മൾക്ക് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരാൻ അതൊരു റെസിസ്റ്റൻസ് നമ്മുടെ അകത്ത് തന്നെ നമുക്ക് അതിനെ കുറിച്ചുണ്ട്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ നടക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കൂടുതൽ ക്ലാസ്സസിലേക്ക് ഒരു ഫൗണ്ടേഷനിലായിട്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ 1 month പ്രോഗ്രാമാണ്. അപ്പൊ ജോയിൻ ചെയ്യേണ്ട ആൾക്കാരൊക്കെ 9961005116 ആണ് നമ്മുടെ ഓഫീസ് നമ്പർ. അപ്പൊ ഇപ്പൊ മാത്രം നമ്മളെ റെഗുലർ ഫീസ് 5000 ആണ്. നമ്മൾ 50% ഓഫിന്റെ ഓഫറിൽ ഇപ്പൊ കുറെ പേര് നിങ്ങൾ ഈ ഒരു ചലഞ്ച് കണ്ടിട്ട് ക്ലാസ്സുകൾ വേണം എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്ത കുറെ പേരുണ്ട്. റെക്കോർഡിംഗ് ആക്സസ് എടുത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇന്ത്യ മാത്രമല്ല വിദേശത്താണെങ്കിലും നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡിംഗ് ആക്സസോടെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈത്തോടെ വരുന്നവർക്ക് ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. നമ്മുടെ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പ് ഉണ്ട്. 27-ാം തീയതി രാവിലെ 5 മണിക്കാണ്. ആ ക്ലാസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് അറിയാമോ, ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എന്നെ അത്രയും ഗ്രോ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ അത്രയും സന്തോഷത്തോടെ ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നു. ഇപ്പൊ ഇന്ന് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ വീഡിയോസിൽ വന്നേക്കുന്ന ആൾക്കാർ അത്രയും കൂടിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു 100 പേരെങ്കിലും വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഒത്തിരി ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇന്നൊരു 55 പേര്, ഇന്ന് തന്നെ 55 അല്ലാന്ന് തോന്നുന്നു 80 പേര് വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഒറ്റ ദിവസം 80 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഭാഗ്യം. അപ്പൊ അത്രയും ആൾക്കാർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ ആ പ്രാക്ടീസിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുവാണ് എൻ്റെ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പ്. 2000 rupees ഞാൻ ആ 10 മണിക്കൂർ ക്ലാസ് ചെയ്യണത്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തരുവാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, മോർണിംഗ് റൊട്ടീൻ പഠിക്കുക. അഗെയിൻ ശരിക്കും ഈവനിങ് ക്ലാസ്സുകളും വരുമ്പോൾ നിങ്ങളുടെ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, വേറൊരു ലെവലിലേക്ക് ഞാൻ നിങ്ങളെ ആക്കും. എന്ത് പ്രതിസന്ധിയുണ്ട്, പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു 1 month ക്ലാസ്സിൽ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങൾക്ക് തന്നെ വന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിൽ കാണാം. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രാക്ടീസിലേക്ക് പോവാണ്. കാര്യം ഈ ഒരു മണി ചലഞ്ചിന്റെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഈ 15 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് എവരിവൺ. ഇന്ന് ആ 15th ഡേ നിങ്ങൾ ഇന്ന് ഇവിടെ എത്തുമ്പോൾ ഐ എം 100% ഷുവർ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഈ ജേർണിയിൽ ഓരോ ദിവസവും പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൂടാതെ അത്രയും പേര് കമന്റുകൾ, നിങ്ങൾ ഓരോ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റുകൾ ചേഞ്ചസ് ഒക്കെ എഴുതി വാട്സാപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ചെയ്തു. ഐ എം റിയലി ഹാപ്പി. കാര്യം ഈ ഒരു ചലഞ്ച് അത്രയും ആളുകളുടെ ജീവിതത്തിൽ അതൊരു ഇമ്പാക്ട് ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിന്റെ സമയം തുടങ്ങിയ ഒരു ചലഞ്ചാണ്. അതെ അതെ, മമ്മിയുടെ ഒരു വലിയൊരു ഇനിഷ്യേഷൻ ആയിരുന്നു. കാര്യം ഞാൻ സത്യം പറയാം, അല്ലെങ്കിൽ ഇതൊക്കെ കാര്യങ്ങൾ കുറച്ച് മടി പിടിക്കുന്ന ഒരാളാണ്. പക്ഷെ മമ്മി ആ ഒരു ടൈമില് കംഫർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഒരു ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചലഞ്ച് ഫോർമുലേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ അവസാന ദിവസമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക,
ദിസ് ഇസ് നോട്ട് ദി എൻഡ്. ഇതൊരു അവസാനമല്ല, ഇതൊരു പുതിയൊരു തുടക്കമാണ്. കാര്യം എന്താ, ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ, അബണ്ടൻസ് വേറെ ആൾക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, നമ്മളുടെ വിശ്വാസത്തിനെ മാറ്റാൻ, നമ്മളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ, നമ്മളുടെ ബിലീഫ് സിസ്റ്റം എന്താണ് തിരിച്ചറിയാൻ, അങ്ങനെ ഓരോ ദിവസവും ഓരോ മറ്റുള്ളവരുടെ അനുഗ്രഹമാവാൻ അഗെയിൻ നമ്മൾ എന്തൊക്കെ ചെയ്തു, 100 വിഷ് ലിസ്റ്റ് എഴുതി. അഗെയിൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ എംപവർ ചെയ്യണ തോട്ട്സ് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റി. അഗെയിൻ നമ്മൾ ലവ് ലെറ്റർ എഴുതി മണിക്ക്. കാരണം ഇത്തല വരെ മണി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പേടിയായിരുന്നു, പ്രശ്നമായിരുന്നു. ഇന്നും മണി എന്ന് പറഞ്ഞാൽ എന്താണ്, മണി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. കാര്യം ആ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക്, ഇത്രയും നല്ല ജീവിതത്തിന് ഓരോ ദിവസവും അവൻ നമ്മളിങ്ങനെ ബ്ലസ് ചെയ്യുവാണ്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി. അപ്പൊ ഇതിനൊക്കെ നമ്മൾ അവനോട് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ തുടങ്ങി. മണി കൊടുക്കുമ്പോൾ നമ്മൾ ബ്ലസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി, താങ്ക് യു പറയാൻ തുടങ്ങി. ജീവിതത്തിൽ പോലും പണത്തിന് ഒരു നല്ലൊരു അർഹതയായ സ്ഥലമുണ്ട്, അതുപോലും നമ്മൾ അത്ര റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ നിങ്ങളുടെ സ്ഥലത്തൊക്കെ വലിച്ചു വാരി പൈസ ഇടുന്നവരുണ്ട്. അപ്പൊ ഇന്ന് അതൊക്കെ ഒന്ന് മാറ്റൂട്ടോ, അതെല്ലാം ഒന്ന് കൊണ്ടുവരിക, റെസ്പെക്ട് ചെയ്യുക, അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. കാര്യം ഒരു കാമുകിയോട് നമ്മൾ എങ്ങനെ പെരുമാറുക, കാമുകിയോട് പെരുമാറുമ്പോ എനിക്കറിയില്ല. നമ്മൾ ചിന്തിച്ചാൽ നിങ്ങൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പിൽ നമ്മൾ കെയർ ചെയ്യുകയും ടേക്ക് കെയർ ചെയ്ത്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കയ്യിലൊരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണമെന്നല്ല നമ്മൾ ചിന്തിക്കാം. അതുപോലെ പണത്തിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർ കൊടുത്ത് ഈ കീറിയും പിടിച്ചൊഴിക്കുന്നതല്ല, ഏറ്റവും നല്ലൊരു സ്പേസ് ഒക്കെ കൊടുത്ത് അതിനെ നോക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് ഹൗ യു ഷോ യുവർ എനർജി, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നത് ഭയങ്കര. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്തു. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസിലേക്ക് ബേസ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണേ. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണേ. ഒന്ന്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ പഴയ ഐഡന്റിറ്റിയെ പൂർണ്ണമായിട്ടും എടുത്തു കളയാനാണ് നമ്മൾ നോക്കിയത്. അവിടെ ഒരു ന്യൂ ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. നിങ്ങൾ എന്റെ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറെ കൂടി എഫേർട്ട്ലെസ് ആയിട്ട് പോകും. കാര്യം അറിയാമോ, അത്രയും നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 3 തരം റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്നാമത്തെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ, അതിൽ പ്രോപ്പറായിട്ട് ഷെയറിങ്ങും ഉണ്ട്, എഗെയിൻ എന്തുണ്ട്, ഗിവിങ്ങും ഉണ്ട്. രണ്ടും നല്ല ബാലൻസ് ആണ്, വിൻ വിൻ സിറ്റുവേഷൻ ആണ്. 2 പേരും അല്ലെ, ഒരാളും കോംപ്രമൈസ്, 2 വശത്തും അവർ ഒരുപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി. ഇപ്പൊ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാനും ഇപ്പൊ അനീറ്റയും തമ്മിലുള്ള ഇപ്പൊ ഒരു പാർട്ണർഷിപ്പ് ശരിക്കും വന്നിട്ട് 1 വർഷമായില്ലേ നമ്മുടെ കമ്പനി ഫ്ലോട്ട് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് നമ്മൾ സ്ട്രക്ചർ ആയിട്ട്. അതിന് മുമ്പ് ഒരു ലാസ്റ്റ് ഏപ്രിലാണ്. കാര്യം അതിന് മുമ്പൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 100% നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് 199 റുപ്പീസ്, 499 റുപ്പീസ്, 100% ചാരിറ്റിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പൈസ മേടിക്കുന്നു, വർക്ക് ചെയ്യുന്നു അല്ലേ, അത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അനീറ്റ ശരിക്കും ഒരു കോച്ച് ആവാനും അനീറ്റയുടെ കരിയറായിട്ട് ഇത് സ്വീകരിക്കുകയും ചെയ്തൊരു കോച്ചായിട്ട് അനീറ്റ വളരെ സീരിയസ് ആയപ്പോഴാണ് ഉറപ്പായിട്ടും ഞങ്ങളിപ്പോൾ ഒരു ടീം ഓഫ് സൈക്കോളജിസ്റ്റ്, വെൽത്ത് മാനേജേഴ്സ്, ഒരു ടീം എക്സ്പെർട്ടൈസിനെ തന്നെ കൊണ്ടുവന്നൊരു പാനലായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇത് വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കെട്ടും ഭാവവും മാറി. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ തന്നെ ഈ ഒരു അക്കാഡമിയിൽ വന്നിട്ട് ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്രയും ഇൻട്രോവേർട്ടായിട്ടിരുന്ന അനീറ്റ ഇന്ന് എന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. കാരണം അടുത്ത് ഇന്നല്ല അങ്ങനെ തന്നെയാണ്. കാര്യം മൈക്കൊക്കെ അവരെടുത്തിട്ട് പോകും. കാരണം നമ്മൾക്ക് വളരെ സ്ലോ ആയിട്ട് സംസാരിക്കേണ്ട അവസ്ഥ വരും. കാര്യം അവർ അത്രയും മിടുക്കന്മാരായി, അത്രയും അവർക്ക് സംസാരിക്കാനായിട്ട് യാതൊരു പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇപ്പൊ എൻ്റെ പേഴ്സണൽ മെന്റർഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരും കുറേ വർഷങ്ങൾ എനിക്കൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് അവർ ഏത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അവരതിനെ ചാടിയെടുക്കും. അവരുടെ ലൈഫിന്റെ 100% റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങി. ജീവിതം അവർ ആസ്വദിക്കാൻ തുടങ്ങി. പഴയ ആ ഒരു എനർജിയൊക്കെ സക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവർ മാറാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ ലൈഫിൽ പല റിലേഷൻഷിപ്പിലും ഈ ഒരു വിന്നിങ് അല്ലെങ്കിൽ കെയറിങ് ആൻഡ് ഷെയറിങ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നൊരു ഇതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. രണ്ടാമത്തെ ഒരു ഭാഗം ആൾക്കാരുണ്ട്, ട്രാൻസാക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ. മനുഷ്യരെ ആവാം, ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാവാം. അവർക്ക് ആ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിച്ചു പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പൊ അതൊരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് 2 പേരും അവരുടെ സൗകര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്നേഹം, കരുതൽ അതൊന്നുമില്ല. പക്ഷെ എങ്കിലും അവർ കുടുംബമായിട്ട് അവരങ്ങ് പോണുണ്ട്. ഒരു 3ാമത്തെ ആൾക്കാരുണ്ട്, ടോക്സിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അതില് ഒരാൾ 100% ഇട്ടിട്ടുണ്ടാവും, മറ്റേ ആൾക്ക് ഈ ഒരു ബന്ധത്തിന്
താല്പര്യമൊന്നുമില്ല, പ്രയോറിറ്റി ഉണ്ട്. പ്രയോറിറ്റി അയാൾക്കില്ല. പക്ഷെ ഒരാളിത് എനിക്കിത് ഉണ്ടായേ പറ്റൂ. പക്ഷെ അപ്പൊ അതുകൊണ്ട് വിഷമിച്ച് ദുഃഖിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് മറ്റുള്ളവരുടെ എന്ന് അറിഞ്ഞ് ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുമ്പോഴാണ് ലൈഫ് അടിപൊളിയാവണത്. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഉണ്ട്, ഹെൽത്ത് മാസ്റ്ററി ഉണ്ട്, കരിയർ മാസ്റ്ററി ഉണ്ട്, വെൽത്ത് മാസ്റ്ററി ഉണ്ട്. അഗെയിൻ ഇപ്പൊ ഇമോഷണലി പല ആൾക്കാരും ഇന്റലിജന്റ് ആയിട്ടല്ല ചെയ്യണത്. ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ വളരെ കുറവാണ്. അപ്പൊ എങ്ങനെ ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് ഒരാളായിട്ട് മാറാം, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാം, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജീസും വിസ്റ്റും ഒക്കെയാണ് ഈ ക്ലാസ്സുകൾ വഴി തന്നെ. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും തുടങ്ങുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പൊ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരടക്കമുള്ള ഒരു പാനലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളും അതിൻ്റെ അകത്തൊരു പാർട്ടായിട്ടുണ്ട്. നമ്മളുടെ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയാസിൽ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, പല മൊഡാലിറ്റീസും, NLP, EI, പല മൊഡാലിറ്റീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി മിക്സ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതില് നിങ്ങളെ സംബന്ധിച്ച് മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങളുണ്ട്, ലൈഫ് ഉണ്ട്, പല കാര്യങ്ങളായിട്ട് നമ്മൾ പോകണം. മമ്മി ബിസിനസ്സും കൂടി ചെയ്തേക്കുന്നതുകൊണ്ട് ബിസിനസ്സും ഉണ്ട്. നിങ്ങൾക്ക് ആ ബിസിനസിന്റെ വിസ്റ്റവും പല സ്ട്രാറ്റജീസ് ഇതൊക്കെ ലൈഫിലേക്കും, ബിസിനസ് മാത്രമല്ല കേട്ടോ, ജീവിതത്തിലേക്കും നമുക്ക് ശരിക്കും പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കമ്പനിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് വരുമ്പോൾ നമ്മൾ ഓഡിറ്റ് നടത്തും. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫിന്റെ ബാലൻസ് ഷീറ്റ് എന്താണ്, ഇതൊന്നും നമ്മൾ ആക്ച്വലി മനുഷ്യർ നോക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരു കോച്ചിനാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസും ഗൈഡൻസും ഉള്ളതുകൊണ്ട് വി ക്യാൻ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു പോയിന്റിലേക്ക്, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അതിന് സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചെറിയ പ്രോഗ്രാംസിൽ വരിക, നിങ്ങൾക്കൊരു ഡിസിപ്ലിനും പ്രൊഡക്ടിവിറ്റി ഒക്കെ ഉണ്ടാക്കുക. അത് ഞങ്ങളുടെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ പുതിയ പുതിയ ക്ലാസ്സുകളിലേക്കൊക്കെ വരിക, മാക്സിമം പഠിക്കാനും നിങ്ങളുടെ ലൈഫ് ലോങ് ലേണിങ്ങിലേക്ക് നിങ്ങളെ കൈപിടിക്കാനൊക്കെ ഞങ്ങൾ സഹായിക്കും. അപ്പൊ ഇന്നത്തെ ഒരു അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബുക്ക് എടുക്കുക, നിങ്ങൾ ബുക്കിന്റെ പുതിയൊരു പേജ് എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അബണ്ടൻസ് ഐഡന്റിറ്റിയിലേക്കാണ് നമ്മൾ മാറുന്നത്. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ അബണ്ടൻസ് ഐഡന്റിറ്റിക്ക് വേണ്ടി നമ്മൾ എംപവറിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പോവാണ്. ഓക്കെ, മിനിമം നിങ്ങൾ 21 എഴുതണം. പക്ഷെ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വാക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഐ ആം. ഓക്കെ, ഐ ആം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം abundant, ഐ ആം അബണ്ടന്റ്, ഐ ആം വർത്തി ഓഫ് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഇൻ മൈ ലൈഫ്. അപ്പൊ അങ്ങനെ നമ്മൾ ഐ ആം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഐ ആം എ മണി മാഗ്നറ്റ്, അല്ലെങ്കിൽ ഓരോ ദിവസവും എന്നിലേക്ക് എഫേർട്ട്ലെസ് ആയിട്ട് പൈസ വന്നോണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നലത്തേക്കാൾ പൈസ ഇന്ന് സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ ഐ ആം ഓപ്പൺ ടു റിസീവിംഗ് മണി ഫ്രം അൺഎക്സ്പെക്ടഡ് സോഴ്സസ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ വെച്ചിട്ട് എന്താണെങ്കിലും നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾക്ക് എന്തെഴുതാം. പിന്നെ നമ്മൾക്ക് എഴുതാം ഐ ഡിസേർവ് ഫൈനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ ഐ ഡിസേർവ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ മൈ ലൈഫ്. അങ്ങനെ നിങ്ങൾക്ക് എഴുതേണ്ടത് എഴുതാം. അപ്പൊ ആ വാക്കുകൾ, സോ ഐ ആം, ഐ ഡിസേർവ്, ഐ ചൂസ് മൈസെൽഫ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ പല വാക്കുകൾ ഞാനിപ്പോ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ യൂസ് ദോസ് വേർഡ്സ്. ഈ വാക്കുകൾ വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതാം. അറ്റ്ലീസ്റ്റ് ഒരു 21 സ്റ്റേറ്റ്മെന്റുകൾ എഴുതാം. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത 21 ഡേയ്സിന് നമ്മൾ ഇത് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എവറി ഡേ സെൽഫ് ടോക്ക് ആയിട്ടല്ല, സെൽഫ് ടോക്ക് ആയിട്ട് നമ്മളിങ്ങനെ പറയുക ചെയ്യുന്നത്. നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ പറയണം. നിങ്ങൾ പറയണം, ഒച്ച സ്വരത്തിൽ പറയുമ്പോ ഐ വോണ്ട് യു ടു ഫീൽ ദോസ് വേർഡ്സ്. നമ്മളൊരു വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ല വായിക്കണം. നിങ്ങളത് വായിക്കുമ്പോ നിങ്ങൾ ഇപ്പൊ ഒന്ന് ഫീൽ ചെയ്യണത് എന്താ, എന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരുമ്പോ ഐ ഫീൽ സോ ഹാപ്പി. എനിക്ക് ഈ ഒരു പണം കൊടുക്കുമ്പോൾ അത്രയും സന്തോഷത്തോടെയാണ്, കാരണം എനിക്ക് ഇതെന്റെ ജീവിതത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഹാപ്പിനെസ്, ആ ഇമോഷൻ നിങ്ങൾ ഫീൽ ചെയ്യുക. ചിലപ്പോൾ ഇന്നലെ നിങ്ങൾ പോയി മക്കളും ഭാര്യയും എല്ലാവരുമായിട്ട് ഒരു സ്ഥലത്ത് പോയി ഇതൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു, ആ ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് ടുഡേ ഐ എം ഡൂയിങ് ഓൾ ഓഫ് ദിസ്. അപ്പൊ ആ ഫീലിംഗിലേക്ക് വരുമ്പോൾ ഞാൻ അത്രയും അബണ്ടന്റിലേക്ക് എന്റെ ജീവിതത്തിൽ നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്രയും മാറി എന്ന ഫീലിംഗ് ആണ് നമ്മൾ അവിടെ ഫീൽ ചെയ്യുന്നത്. കാര്യം മറ്റത് പഴയ നിങ്ങൾ എങ്ങനെയായിരുന്നു, പൈസ കൊടുക്കുമ്പോ ഇങ്ങനെ തിരുമ്പും, ഇത് അല്ലെങ്കിൽ അയ്യോ പോയില്ലേന്ന് പറയും. ഇപ്പൊ അതിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അയ്യോ എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, എനിക്ക് എന്തുണ്ട്, ഇത് ഭയങ്കര സ്ട്രഗിൾ ആണ്. യു നെവർ തിങ്ക് ദാറ്റ്. അതൊക്കെ പണ്ടത്തെ. ഇപ്പൊ ഞാൻ ഈ കോവിഡ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് സത്യസന്ധമായിട്ട് ഇങ്ങനെ പഠിക്കാനൊക്കെ പോയത്.
അപ്പൊ ചില കോഴ്സിനൊക്കെ 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം ഒക്കെ കൊടുത്തൊക്കെയാണെങ്കിൽ പഠിക്കാൻ പോയെ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഒരു അതിങ്ങനെ പേ ചെയ്യുമ്പോൾ പല കോഴ്സുകളും ഫേക്ക് കോഴ്സുകളും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും ഒരു വാല്യൂ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാര്യം എന്താ അറിയാമോ, ഒരു മനുഷ്യന് ഒരു പൈസ കൊടുത്ത് ഒരു കോഴ്സ് എടുക്കുമ്പോൾ അവന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. ഇപ്പൊ ഞാൻ നിങ്ങൾ ആലോചിച്ച ഈ ഒരു പ്ലാറ്റ്ഫോം നടത്തുന്നതിന് മുമ്പ് 4 വർഷം ഞാൻ സത്യസന്ധമായിട്ടാണ് ഓരോ കസ്റ്റമറെയും വാസ്ലി 1-to-1 ചെയ്ത് അവരുടെ വോയിസുകളൊക്കെ കേട്ട് ഈ ഒരു നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആൾക്കാർ ഫേസ് ചെയ്യണത്, എന്താണ് റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്നറിഞ്ഞ് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അല്ലാതെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ബ്ലാ ക്ലാസ്സുകൾ ഞാൻ ഇന്നുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സുകളിൽ വരുന്ന പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, എന്റെ മാം ഞാൻ ഇന്ന് വിചാരിച്ചൊരു പ്രോബ്ലത്തിനാണ് ഇന്നത്തെ മാമിന്റെ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ആ ഒരു മെസ്സേജ് ഞാൻ അത്രയും തവണ കേട്ടിട്ടുണ്ട്. കാര്യം എനിക്കും പലതവണ തോന്നും മമ്മി വേണ്ട കാര്യം ഇതിൽ എനിക്ക് അത്ര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മമ്മി പറയാറുള്ളത്. അപ്പോ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ ഒരാൾ എനിക്ക് അത്രയും വോയിസുകളാണ് ഓരോ ദിവസവും എന്നെ തേടി വരണത്. അപ്പൊ ആ ഓരോ മനുഷ്യരുടെയും കാര്യങ്ങൾ ഇപ്പൊ എന്താണ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ലേഡി തന്നെ എനിക്ക് കോളായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവിന് പെട്ടെന്നൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ളൊരു പോയിന്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പല ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നമാവാം, ചിലപ്പോൾ ശരിക്കും എന്താണ് അവർക്കൊരു പൈസ കിട്ടാത്തൊരവസ്ഥയിൽ അവരുടെ അച്ഛനെയും അമ്മേനെ നോക്കാൻ 1 രൂപ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വിഷമിക്കുന്ന ആൾക്കാര്, മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത ലെവലിൽ ജപ്തി വന്നിട്ടുള്ള ഇഷ്യൂസിലുള്ളത്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങിയ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്ട്രക്ചറും ആ ഒരു വൈബ്രേഷനൊക്കെ ഉയരണമെങ്കിൽ നിങ്ങളിൽ വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് 80% കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളായിട്ട് മാറണം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഡിസിപ്ലിൻ ഉള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം. ഇതൊക്കെ മാറണമെങ്കിൽ തന്നെ ആൾക്കാർക്ക് എളുപ്പമല്ല. അപ്പൊ ഞാനും അനീറ്റും നിങ്ങളുടെ ഒരു അക്കൗണ്ടബിൾ പാർട്ണറായിട്ട് മാറുക ചെയ്യണേ. ഞങ്ങളും അതുകൂടാതെ കമ്മ്യൂണിറ്റി ഓഫ് പോസിറ്റീവ് ലൈക്ക് മൈൻഡഡ് ആൾക്കാർ. അപ്പൊ ഞാൻ എപ്പോഴും പറയും, അത്രയും നല്ലൊരു അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള പല പുറത്തുള്ള ആൾക്കാരൊക്കെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ ഈ ക്രോസി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും നല്ല മനുഷ്യരൊക്കെ കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും ചേഞ്ചസ് ആണ് അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവർക്ക് വരുന്ന വ്യത്യാസം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുക, ഈ ഒരു 21 സ്റ്റേറ്റ്മെന്റ് എഴുതുക, എങ്ങനെ അടുത്ത 21 ദിവസം ആ സ്റ്റേറ്റ്മെന്റ് ജീവിക്കുക, അതില് ഫീൽ ചെയ്യലല്ല, ജീവിക്കുക നിങ്ങൾ അതില്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു മണിയോടുള്ള ആ ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ പയ്യെ നിങ്ങൾ നിങ്ങളെ മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് വന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് മണിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതുക. ലവ് ലെറ്റർ ആണ് എഴുതിയത്. ഇന്ന് നിങ്ങൾ എഴുതാൻ വന്നത് നിങ്ങളുടെ നന്ദി കൊടുക്കുക. കാര്യം എന്റെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മണിയോട് എഴുതാം. ഇനി അതല്ല നിങ്ങളോട് എഴുതണമെങ്കിൽ യു ക്യാൻ ഓൾസോ ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിന് സമർപ്പിച്ചു യൂണിവേഴ്സിന് എഴുതാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ലെറ്ററും കൂടി എഴുതി ഇന്നത്തെ ഈ ഒരു അബണ്ടൻസ് ചലഞ്ച് അവസാനിപ്പിക്കുക. അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിപ്പിക്കുകയാണ്. കാര്യം എന്താ അറിയാമോ, ഇത്രയും ദിവസം ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ വിശ്വസിച്ച് ഈ ഒരു പ്രാക്ടീസിൽ ഉറച്ചു നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. അപ്പൊ എന്തായാലും നമ്മുടെ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്നുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇത് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക, മെസ്സേജ് ഇടുക, വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ അത് ഞങ്ങൾ തിരിച്ചു വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു വോയിസ് ഇട്ടാൽ മതി. വാട്സാപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾ പറയാം ദാറ്റ് യു വാണ്ട് ടു ജോയിൻ ദ 1 month പ്രോഗ്രാം. നിങ്ങൾക്ക് ആ ഓഫറിൽ തന്നെ ഈ ക്ലാസ് വന്ന് അപ്പൊ സ്ക്രീൻഷോട്ട് ഇടണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തേക്കണേന്റെ ആ ഒരു ഇത് ഇട്ടേക്കണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും നിങ്ങളപ്പോൾ നമ്മുടെ ഒരു VIP സ്റ്റുഡൻ്റ് ആയിട്ട് മാറുകയാണ്. കാര്യം നമ്മളും ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഫോസ്റ്റർ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാളായിട്ട് മാറാൻ, ഒരു ഡിസിപ്ലിൻ ഉള്ള ഒരാളായിട്ട് മാറാൻ അതാണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് നമ്മൾ 100% സെർവ് ചെയ്യണത്. കാര്യം വേറൊന്നും കൊണ്ടല്ല,
ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് എല്ലാവർക്കും അലൈൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ വീഡിയോ ഇന്നിപ്പോ ഈ നിമിഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദറ്റ് യു ആർ സ്റ്റിൽ വാച്ചിങ് ദിസ് വീഡിയോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫോളോവർ ആണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്ന കാര്യം. വി വാല്യൂ യുവർ ടൈം ആൻഡ് വി വാല്യൂ ദാറ്റ് കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വേണം. എനിക്ക് ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് പറ്റാത്തത് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു അവസരം തരുന്നത്. അപ്പോൾ 100% അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളുടെ കൂടെ അലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് മാത്രം ക്ലാസ്സസിലേക്ക് വരാം. നിങ്ങൾ പ്രതിസന്ധിയിലാണ്. എന്ത് അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് നിങ്ങൾ. ഇന്നലെ ഒരു രസം ഉണ്ടായി കേട്ടോ. ഇന്നലെ രാത്രി ഇന്നലെ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ അയാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, അയാൾക്ക് മാനിഫെസ്റ്റേഷൻ പഠിക്കണം, ഭയങ്കര കാശുണ്ടാക്കണം. അപ്പൊ ഈ കാശ് ഉണ്ടാക്കാനായിട്ട് വേണ്ടി അയാൾ എനിക്ക് പേ ചെയ്യും. അപ്പൊ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഞാൻ അയാളെ മില്യനർ ആക്കി കൊടുക്കണം. ഇങ്ങനെയായിരുന്നു അയാളുടെ ഒരു മെസ്സേജ് വന്നത്. അനീറ്റ കൂട്ടാ, ഇങ്ങനെ പറയുന്ന ഒരാളോട് നമ്മൾ പറയേണ്ട ഒരു മറുപടി എന്താ? നമ്മൾ അങ്ങനെ വല്ല ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ഒരു പരിപാടിയാണോ നടത്തുന്നത്? അല്ല മാനിഫെസ്റ്റേഷൻ അത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇതിനു വേണ്ടി ഒരു വീഡിയോ ഐ വിൽ ബി ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിങ് എ സീരീസ് ഓൺ ദാറ്റ്. ആളുകൾ ചിന്തിക്കുന്നത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വിശ്വസിച്ച് അവിടെ സാധനം എവിടെന്നോ വന്നു എന്ന് വിശ്വസിക്കുന്ന സാധനമല്ല. ഇറ്റ് ഇസ് നോട്ട് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരാനുള്ള ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. അതിനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വാക്കിട്ട്. നിങ്ങൾ പറയുന്നുള്ള വെറുതെ വിഷ്ഫുൾ ആയിട്ട് വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെന്നോ സാധനം വരുന്നതല്ല മാനിഫെസ്റ്റേഷൻ. അതിനുവേണ്ടി ഹാർഡ് വർക്ക്, പിന്നെ ഏതൊരു കമന്റ് പറഞ്ഞുള്ള ഡെഫിനറ്റ്ലി ഹാർഡ് വർക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ഭാഗമാണ് ആക്ഷൻ എന്ന് പറയുന്ന വാക്ക്. നിങ്ങൾ ഈ സ്പിരിച്വൽ ലോസിൽ പോയാലും ആക്ഷൻ ഇസ് എ വെരി എസെൻഷ്യൽ തിങ്. നിങ്ങളിപ്പോൾ പറയണം എനിക്കൊരു ജോലി വേണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ വെറുതെ കുത്തിയിരുന്ന് എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞിവിടെ ഇരുന്നാൽ എനിക്ക് ജോലി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ ലിങ്ക്ഡിനിൽ പോയി കുറച്ച് അപ്ലൈ ചെയ്യണം, കുറച്ച് ഇൻഡീഡ് ഇങ്ങനെയുള്ള സൈറ്റുകൾ പോകണം. സോ ഐ ഷുഡ് പുട്ട് മൈ സെൽഫ് ഔട്ട് ദർ. എനിക്ക് ഇങ്ങനെ ഒരു ജോലി വേണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ആള് ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൂടാതെ എനിക്ക് സ്കിൽ ഉണ്ടാവണം, അതിനുവേണ്ടി ഞാൻ പഠിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അർഹത ഉണ്ടെന്നുള്ള എന്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് ആ ചേഞ്ചും ആ വിശ്വാസവും അതുകൂടെ ആക്ഷനും കൂടി വരുമ്പോൾ, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് നമ്മളുടെ റിയാലിറ്റിയിൽ ആ മാറ്റം വരുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇത് നടക്കാത്തത് എന്താ? അവന് വിശ്വാസവും ഇല്ല, ചിലപ്പോൾ അതിനുള്ള സ്കില്ലും ഇല്ല. അപ്പോൾ when all of this come together, that is when things happen. അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും മില്യണർ ആണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു പ്രോസസ്, ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒറ്റ ആക്റ്റീവ് ഇൻകത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ കിടക്കേണ്ടി വരും. നിങ്ങൾ അതിനുവേണ്ടി ഇനി ചിന്തിക്കണം, ഓക്കെ വാട്ട് ഓൾ കൻ ഐ ഡു. അതിപ്പോ നിങ്ങൾ ഈ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ഐഡിയാസ് ഒക്കെ കിട്ടണം. ഇപ്പൊ ഞാൻ ആലോചിച്ചാൽ ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ, 92 ഞാൻ വന്നത് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലാണ്. ആ 92 വന്ന ഞാൻ 99, 2000 ഒക്കെ ആയപ്പോൾ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയുടെ ഒരു അത്രയും ബൂം ചെയ്ത കാലമായിരുന്നു. അപ്പൊ ആ ഒരു കാലത്തിലേക്ക് ഞാൻ ആ ഇൻഡസ്ട്രിയിൽ പോയോണ്ട് എൻ്റെ ലൈഫിലൊരു മില്യണർ ആവാൻ ഒട്ടും സമയം എടുത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ റൈറ്റ് സ്ഥലത്ത്, ഇപ്പൊ ഈ ജെയിൻ ആൾക്കാരുണ്ട്, അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവള് വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരെ ലോകത്തുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ വെൽത്തി പീപ്പിൾ അവരാണ്. എന്താ അവരുടെ പ്രത്യേകത? അവരവരുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യണത് അത്രയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് കാരണം എന്ത് ചെയ്യും? അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ തന്നെ സപ്പോർട്ട് ചെയ്യും. ചെല്ലുന്ന ആൾക്കാർ അവരുടെ പണി വെക്കാൻ വേണ്ടിയല്ല അവർ നിൽക്കണേ. അവർ 100% ആത്മാർത്ഥമായിട്ട് അവിടെ ജോലി ചെയ്യും. അവരുടെ ആൾക്കാർക്ക് ജോലി വേണമെങ്കിൽ അതിനു വേണ്ടി ഒരു പോർട്ടലുണ്ട്. അവരുടെ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാൻ കാശില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് പാക്ക് ഉണ്ട്. എഗെയിൻ അവർക്കൊരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കാനും മെന്റർഷിപ്പ് കൊടുക്കാനും അവരുടെ തന്നെ എക്സ്പീരിയൻസ്ഡ് മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള ലൈഫ് ലോങ് കമ്മ്യൂണിറ്റിയാണ്. ഏത് ഇൻഡസ്ട്രിയാണോ ഏറ്റവും നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യണേ അതിലേക്ക് അവരെ കൊണ്ടുപോവുക ചെയ്യണേ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ ഇത്രയും പോസിറ്റീവായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ചെയ്യുന്നത്. നിങ്ങളെ ലൈഫ് ലോങ് ലേണിങ്ങിലേക്ക്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക്, ഫിനാൻഷ്യലി ഇമോഷണലി ഒരു ലൊക്കേഷൻ ഫ്രീഡത്തോടെ നിങ്ങളുടെ ചോയ്സിൽ ജീവിക്കാനായിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണേ. അതിന് ഞാൻ നിങ്ങളുടെ ഒരു അക്കൗണ്ടബിൾ പാർട്ട്ണർ ആവുകയാണ് ചെയ്യണേ. എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുക്കുക ചെയ്യണേ. എഗെയിൻ പല ആൾക്കാരും ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാനേ റെഡിയല്ല. ഒരു ജോലി ചെയ്ത് അതിൽ കിടക്കുവാണ്. അതിൽ എന്തൊക്കെ ഇൻഡസ്ട്രീസ് ആണ് ഗ്രോ ചെയ്യണത്, എവിടെ പോയാൽ നമുക്ക് ഗ്രോത്ത് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം.
ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഒരു കാര്യവും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ, നിങ്ങളുടെ മക്കളെ എവിടെ കൊണ്ട് പഠിപ്പിക്കണം, എവിടെ പൈസ കിട്ടണം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വരണം. ഒരു പോസിറ്റീവ് ആവണം. പല ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് കിടക്കണേ. അതിൽ നിന്ന് എനർജി സക്ക് ചെയ്യണ ആൾക്കാരെ വിട്ട് കളഞ്ഞ് നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഒരു 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ഉറപ്പായിട്ടും ഞങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ തന്നെ ആയിരിക്കുക. ലൈവ് എനർജി വേണമെങ്കിൽ ക്ലാസ്സുകളിൽ വരിക. അപ്പൊ അങ്ങനെ 15ാമത്തെ ദിവസമാണ്. That doesn't mean that this is the end. ഇതൊരു പുതിയൊരു തുടക്കമാണ്. ഇനി അടുത്ത ഒരു ചാലഞ്ച് എന്താ വേണ്ടത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്ത് ചാലഞ്ച് നിങ്ങൾക്ക് വേണം താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് പറയണം കേട്ടോ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾക്കും ആവാൻ. കാര്യം എന്താ അറിയാമോ, ഓരോ ദിവസവും ഒന്ന് വീഡിയോ ഇടുക. പിന്നെ ഞങ്ങളുടെ പിള്ളേരുടെ എഫേർട്ട് ഉണ്ട്, അവരൊന്ന് എഡിറ്റ് ചെയ്യണം, എന്നിട്ട് ഇടണവരുണ്ട്. കുറേ ടീം ഓഫ് ആൾക്കാരുടെ എക്സ്പെർട്ടൈസും പെയിനും ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ഒരു ഹായ് ഒക്കെ പറയാം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ടീമിനെയും ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്താം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പൊ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണം എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇത് മിറായുടെ ഒരു സാരി കേട്ടോ. അപ്പൊ ഈ ഒരു സാരി 980 റുപ്പീസിൽ ഇപ്പൊ വിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാരീസ് ഒക്കെ വേണമെങ്കിൽ നമ്മളുടെ നമ്പറിലേക്ക് വരാം. 9961005121 ആണ്. അപ്പൊ അതിൽ വന്നാൽ മതി. അപ്പൊ നമ്മൾ സാരിയൊക്കെ അയച്ചു തരാം. അപ്പൊ ഈ ഓണത്തിന്റെ സാരി മിറായി തന്നെ വാങ്ങിക്കുള്ളൂ. ഒത്തിരി മൽക്കോട്ടൺ സാരീസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അനീറ്റയുടെ ഡ്രസ്സാണോ എന്റെ ഡ്രസ്സാണോ ഭംഗിയായിട്ടുള്ള സാരിയാണ് എനിക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഐ നോ ദാറ്റ് ഐ ലുക്ക് ഗുഡ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കമ്പൈൻഡ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ അത് കമന്റ് ചെയ്യാം. അത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാനും മമ്മി അങ്ങനെ റെഗുലർലി അങ്ങനെ കൂടെ വീഡിയോസ് ചെയ്യാറില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി വിൽ കം ടുഗെദർ. ഇനിയും കുറച്ച് ചാലഞ്ചസ് ഒക്കെ ആയിട്ടൊക്കെ വരാം. അപ്പൊ എന്താ വേണ്ടതെന്ന് പറഞ്ഞ് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.